നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൾറെഡി സെക്കൻഡ് ടെസ്റ്റിലെ ബാക്കി എല്ലാ ചാപ്റ്ററുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ എല്ലാ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുത്തു വരുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടോപ്പിക്കുകളും, അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ഐസോമെറിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഐസോമെറിസം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ഐസോമർ എന്ന് നമ്മൾ ആദ്യം അറിയണം. ഐസോമർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറന്റ് സ്ട്രക്ചറൽ ഫോർമുലയും, സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറന്റ് സ്ട്രക്ചറും വരുന്ന എല്ലാ മോളിക്യൂളുകളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐസോമർ എന്ന് വിളിക്കാം. ഇങ്ങനെ ഒരേ മോളിക്കുലാർ ഫോർമുലയിലും വ്യത്യസ്ത സ്ട്രക്ചറുകളിലും ഒരേ മോളിക്യൂൾ കാണപ്പെട്ടാൽ ആ ഫിനോമിനോണിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐസോമെറിസം എന്ന് വിളിക്കാം. സോ compounds having same molecular formula but different structure are said to be isomer. ഐസോമർ എന്ന് പറയുന്ന ആ ഒരു ഇത്രയും മോളിക്യൂൾസ് ഐസോമർ ആയിട്ട് നിലനിൽക്കുന്ന ആ ഫിനോമിനോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഐസോമറിസം. ഒരേ മോളിക്കുലാർ ഫോർമുലയിലും ഡിഫറന്റ് സ്ട്രക്ചറിലും മോളിക്യൂളുകൾ കാണപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഫിനോമിനോണിനെ, ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ഐസോമറിസം തന്നെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ അടുത്തതിന് പഠിക്കുന്നത്. ഐസോമറിസത്തിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രധാനമായിട്ടും എത്രയായിരിക്കുന്നത്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് ഐസോമറിസം is called structural isomerism. Second isomerism is called stereoisomerism. സോ നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളത് സ്ട്രക്ചറൽ ഐസോമറിസം പറ്റിയാണ്. എന്താണ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂളിന്റെ സ്ട്രക്ചറിലുള്ള മാറ്റം കൊണ്ടാവുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയുന്നത്. ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ എല്ലാത്തിന്റെ സ്ട്രക്ചർ വ്യത്യാസമായിരിക്കും. അപ്പോൾ എന്താ സ്റ്റീരിയോ ഐസോമറിസം? സ്റ്റീരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേഷ്യൽ എന്നാണ്. സ്പേഷ്യൽ എന്ന് വെച്ചാൽ സ്പേസിലുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ്. നമുക്കറിയാം ഒരു ഓർഗാനിക് മോളിക്യൂളില് നമ്മൾ കൺഫർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ 3 ഡയമെൻഷനിലാണ്. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും അതിനെ ബുക്കിലോ പേപ്പറിലോ അല്ലെങ്കിൽ ബോർഡിലോ ഒന്നും 2 ഡയമെൻഷനൽ ആയിട്ട് വരച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പൊ 3 ഡയമെൻഷനൽ ആയിട്ടുള്ള സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുന്നു, ആ മാറ്റം ഉണ്ടാകുന്ന ഐസോമറിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്നത്. സോ ഐസോമറിസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുലയുള്ള എല്ലാത്തിനെയും ഐസോമറുകൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ മോളിക്യൂളുകൾ കാണപ്പെടുന്ന ഐസോമറിസം അത് 2 ടൈപ്പ് ഉണ്ട്: സ്ട്രക്ചറൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം. എന്താണ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോമറിസം arises due to the difference in the structure of the molecule. It is called structural isomerism. Isomerism arises due to the difference in the spatial arrangement of atoms. It is called stereoisomerism or spatial isomerism എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ. ക്ലിയർ? ഇതിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്ട്രക്ചറൽ ഐസോമറിസത്തിനെ തന്നെ പിന്നെയും പലതായി ക്ലാസിഫൈ ചെയ്യുന്നു. സ്ട്രക്ചറൽ ഐസോമറിസം 3-4 ടൈപ്പായിട്ട് പിന്നെയും തിരിക്കുന്നുണ്ട്. സ്റ്റീരിയോ ഐസോമറിസം പിന്നെയും 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. സ്ട്രക്ചറൽ ഐസോമറിസം എന്തൊക്കെയായിട്ടാണ് തിരിക്കുന്നത്? 1 ചെയിൻ ഐസോമറിസം, 2 പൊസിഷൻ ഐസോമറിസം, 3 ഫങ്ഷണൽ ഐസോമറിസം, 4 മെറ്റാമറിസം. ഇങ്ങനെ 4 ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഏതിനെ തിരിക്കുന്നത്? സ്ട്രക്ചറൽ ഐസോമറിസത്തിനെ തിരിക്കുന്നത്. സ്ട്രക്ചറൽ ഐസോമറിസം ഈസ് ക്ലാസിഫൈഡ് ഇൻടു ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം ആൻഡ് മെറ്റാമറിസം.
ഇനി സ്പേഷ്യൽ ഐസോമർസ് അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമർസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ജോമെട്രിക്കൽ ഐസോമർസം, രണ്ട് ഒപ്റ്റിക്കൽ ഐസോമർസം. ഇത് രണ്ടെണ്ണത്തിനെ പറ്റി ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് +1 കെമിസ്ട്രിയുടെ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ 4 ഐസോമർസിനെ പറ്റിയാണ്. ഇതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് ജോമെട്രിക്കൽ ഐസോമർസ് ഒപ്റ്റിക്കൽ ഐസോമർസ് എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് അവസാനം. അതൊക്കെ +2 നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമർസ് ഇത്തവണ ഉണ്ടായിരുന്നു. ആൽക്കീൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ വന്നപ്പോഴേക്കും ആ ജോമെട്രിക്കൽ ഐസോമർസത്തിന്റെ കാര്യം അവർ ആ ഏരിയയിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചെയിൻ ഐസോമർസം നോക്കാം. ചെയിൻ ഐസോമർസം ചെയിൻ ഐസോമർസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ 2 മോളിക്യൂളിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണ്. CS3 CH2 CH2 CS3 CS3 CH CS3 CS3 ഈ 2 മോളിക്യൂളുകളെ നിങ്ങൾ പരിശോധിക്കുക. ഇതിന്റെ നൈം എങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നൈമൊക്കെ നിങ്ങൾക്ക് IUPAC നൈമൊക്കെ ചെയ്യാവുന്ന രീതിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോ സെഷനുകളായിട്ട് ചെയ്ത് ഇതേ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ കാണുക. അപ്പൊ ഞാൻ ജസ്റ്റ് നൈം മാത്രമേ പറയുന്നുള്ളൂ. 1 2 3 4 കാർബൺ ഉണ്ട്. 4 കാർബൺ ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇതിന്റെ പേരെന്താണ്? ബ്യൂട്ടൈൻ എന്നാണ്. ഇവിടെ 1 2 3 കാർബൺ ഉണ്ട്. 1 2 3 കാർബൺ ഉണ്ട്. രണ്ടാമത്തിലാണ് CS3 വന്നേക്കുന്നത്. സോ ഇതിനെ വിളിക്കുന്ന പേര് 2 മീഥൈൽ പ്രൊപ്പൈൻ എന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ രണ്ടിന്റെയും പേര് വ്യത്യാസമാണ്, സ്ട്രക്ചറും വ്യത്യാസമാണ്. അപ്പൊ ഇത് സ്ട്രക്ചർ വ്യത്യാസമാണെങ്കിൽ സ്ട്രക്ചറൽ ഐസോമർസ് ആവാം, മോളിക്കുലർ ഫോർമുലയും കൂടെ സെയിം ആവണം അല്ലേ? നോക്കാം. ഇവിടെ ആകെ 4 കാർബൺസ് ഉണ്ട്. ഹൈഡ്രജനുകളുടെ എണ്ണം 3 2 2 3. അപ്പോ 5 7 10. അപ്പൊ C4H10 ആണ് ഇവിടത്തെ കാർബണിന്റെ ഹൈഡ്രജന്റെ ആകെ എണ്ണം. സോ C4H10 ഇസ് ദ മോളിക്കുലർ ഫോർമുല. ഇവിടെയുള്ള കാർബണിന്റെ ഹൈഡ്രജന്റെ ആകെ എണ്ണം എത്രയാണ്? 1 2 3 4. കാർബൺ 4, ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? 10 ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ എന്ത് വ്യത്യാസമാണ്? സ്ട്രക്ചർ വ്യത്യാസമാണ്. മോളിക്കുലർ ഫോർമുല സെയിം, സ്ട്രക്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഏത് ഐസോമർസം ആണ്? ചെയിൻ ഐസോമർസം ആണ്, സ്ട്രക്ചറൽ ഐസോമർസം ആണ്. അത് മാത്രമല്ല, ഇവിടെ ചെയിനിന്റെ സ്ട്രക്ചറിലല്ലേ മാറ്റം വന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സ്ട്രേറ്റ് ചെയിൻ ആണ്. ഇവിടെ സ്ട്രേറ്റ് ചെയിൻ ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ എന്തുകൂടെ വന്നിട്ടുണ്ട്? ബ്രാഞ്ചും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ചെയിൻ ഐസോമർസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിൻ ഐസോമർസം is a type of structural isomerism in which there occurs a difference in the structure of the molecule. ചെയിൻ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നത് കൊണ്ട് മോളിക്യൂളിന്റെ ചെയിൻ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഐസോമർസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചെയിൻ ഐസോമർസം എന്ന് വിളിക്കുന്നത്. അപ്പൊ ബ്യൂട്ടൈനും 2-മീഥൈൽ പ്രൊപ്പൈനും എന്ത് ഐസോമറുകളാണ്? ചെയിൻ ഐസോമറുകളാണ്. ക്ലിയർ ആണ്? ചെയിൻ സ്ട്രക്ചർ വ്യത്യാസമായിരിക്കും, പക്ഷെ മോളിക്കുലർ ഫോർമുല എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ചെയിൻ ഐസോമർസ് എന്ന് വിളിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, റൈറ്റ് ഡൗൺ ദ ചെയിൻ ഐസോമേഴ്സ് ഓഫ് പെൻറ്റൈൻ. റൈറ്റ് ഡൗൺ ദ ചെയിൻ ഐസോമേഴ്സ് ഓഫ് പെൻറ്റൈൻ. പെൻറ്റൈൻ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ചെയിൻ ഐസോമറുകൾ എഴുതുക എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പെൻറ്റൈൻ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം വരച്ചു പോകണം. സാധാ പെൻറ്റൈന്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം വരച്ചു പോകണം. പെൻറ്റൈൻ എന്ന് പറയുമ്പോൾ പെൻറ്റൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ അല്ലേ? സോ 1 2 3 4 5. ചുമ്മാ അങ്ങ് നിരത്തി 5 കാർബൺ ആറ്റങ്ങളെ കൊടുക്കുക. CS3 അവസാനവും ആദ്യവും CS3, CS2 CH2 CH2. ഇത് പെൻറ്റൈൻ. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കാർബൺ ബ്രാഞ്ച് ആയിട്ട് കൊടുക്കുക. അപ്പോൾ 1 2 3 4. 4 കാർബൺ വയ്ക്കുക. ഒരു കാർബണിനെ കുറച്ചിട്ട് ആ ഒരു കാർബൺ എന്തായിട്ട് കൊടുക്കുക? ബ്രാഞ്ച് ആയിട്ട് കൊടുക്കുക. ബ്രാഞ്ച് ആയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അറ്റത്തുള്ള കാർബണുകളിൽ, ടെർമിനൽ പൊസിഷനിലുള്ള കാർബണുകളിൽ നമ്മൾ സാധാരണ ബ്രാഞ്ച് കൊടുക്കാറില്ല. അതിന് ബ്രാഞ്ച് ആയിട്ട് കണക്കാക്കാനും പറ്റില്ല. സോ ഇതിലും നമ്മൾ ബ്രാഞ്ച് കൊടുക്കില്ല. വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെയും കൊടുക്കാം. ഇവിടെ കൊടുത്താലും സെയിം പേരാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ പേര് എന്തായി? CS3 CH2
HCH3. ഇതിന്റെ പേരെന്തായി? 1 2 3 4. രണ്ടാമത്തെ CH3 വന്നേക്കല്ലേ. സോ ഇതിനെ 2 മീഥൈൽ, 4 കാർബൺ ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബ്യൂട്ടൈൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണ്? ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 4 കാർബൺ ഉണ്ട്, സോറി 4 അല്ലല്ലോ, 5 കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ 12 ഉണ്ട്. ഇവിടെയും ആകെ 5 കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ എത്രയുണ്ട്? 12 ഉണ്ട്. ഇനിയും നമുക്ക് വരയ്ക്കാം. അടുത്ത ഒരു ഐസോമറോട് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും, ഒരു ചെയിൻ ഐസോമറോട് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ ഒരു കാർബണല്ലേ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചത്, ഇനി 2 കാർബണിനെ കുറയ്ക്കുക. 2 കാർബൺ ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക. 2 കാർബൺ കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് വരയ്ക്കുക. അപ്പൊ ബാക്കി എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. 1 2 3. ആ എത്ര കാർബൺ ആണോ കുറച്ചത് അതിനെ ബ്രാഞ്ച് ആയിട്ട് കൊടുക്കുക. 2 എണ്ണമല്ലേ കുറച്ചത്, അത് ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കുക, ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാ സ്ട്രക്ചർ? CH3 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 CH3. ഇവിടെയും 5 കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ 12 ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ എല്ലാം മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. സ്ട്രക്ചർ ഡിഫറെന്റ് ആയിട്ടുള്ള, മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ടുള്ള മോളിക്യൂളുകളെ നമുക്ക് സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. ഇവിടെ ചെയിൻ സ്ട്രക്ചറിലാണ് മാറ്റം വന്നിരിക്കുന്നത്. സോ ഇത് എന്ത് ഐസോമർ ആണ്? ചെയിൻ ഐസോമർ ആണ്. ക്ലിയർ ആണ് പറഞ്ഞത്? ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് പൊസിഷൻ ഐസോമറിസം ആണ്. പൊസിഷൻ ഐസോമറിസം ആണ്. എന്താണ് പൊസിഷൻ ഐസോമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫങ്ഷണ ഗ്രൂപ്പിന്റെ പൊസിഷനിലുള്ള മാറ്റം ഉണ്ടാകുന്ന ഐസോമറിസം ആണ് പൊസിഷൻ ഐസോമറിസം. ഫങ്ഷണ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വരുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന ഐസോമറിസം ആണ് പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, CH3 CH2 CH2 CH2OH. ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ CH3 CHOH CH2 CH3. ഈ ഒരു കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. ഈ 2 കോമ്പൗണ്ട്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആകെ കാർബണിന്റെയും, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഒരു ഓക്സിജനേ ഉള്ളൂ. കാർബൺ ആകുമ്പോൾ 1 2 3 4 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ ആകുമ്പോൾ 3 2 5 2 7 2 9 ഉണ്ട്. സോ C4H9O ആണ് ഇവിടുത്തെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഈ മോളിക്യൂൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ C1 2 3 4 4 കാർബൺ, ഹൈഡ്രജൻ 3 3 4 5 7 3 2 5 7, ഇവിടെ 10 ഉണ്ട്, 10 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 10 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇവിടെയും ഹൈഡ്രജൻ 10 ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 2 സ്ഥലത്തുമുള്ള മോളിക്യൂൾ, 2 മോളിക്യൂളിലെ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്. കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണം സെയിം ആണ്. ദാറ്റ് മീൻസ് ദേ ഹാവ് ദ സെയിം മോളിക്കുലാർ ഫോർമുല. ഈ 2 കോമ്പൗണ്ടുകളുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ സ്ട്രക്ചർ വ്യത്യാസമാണ്. ഒന്നിൽ അറ്റത്താണ് OH കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ മോളിക്യൂൾ ആണെങ്കിൽ മിഡിൽ പൊസിഷനിലാണ് ആര് വന്നിരിക്കുന്നത്? OH വന്നിരിക്കുന്നത്. അപ്പൊ ഫങ്ഷണ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റമുണ്ട്. ഫങ്ഷണ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റമുണ്ട്, അതുകൊണ്ടാവുന്ന ഐസോമറിസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. അപ്പൊ പൊസിഷൻ ഐസോമറിസം arises due to the difference in the position of the functional group. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലുള്ള മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ അറ്റത്താണ്, ഇവിടെ എവിടെയാണുള്ളത്? നടുക്കാണ് വരുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വരുന്ന മാറ്റം ഉണ്ടാകുന്ന ഐസോമറിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറിസം. ക്ലിയർ ആണ്? അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ആദ്യം കുറെ മോളിക്യൂൾസ് തന്നിട്ട് അതിന്റെ പൊസിഷൻ ഐസോമറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മോളിക്യൂൾസിന്റെ എല്ലാ മോളിക്കുലാർ ഫോർമുല എഴുതി വെക്കുക. മോളിക്കുലാർ ഫോർമുല ആദ്യം സെയിം ആണോ നോക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറി ഇരിപ്പുണ്ട് നോക്കുക. ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, പക്ഷെ അതിന്റെ പൊസിഷൻ എന്ത് ചെയ്തിരിപ്പുണ്ട്? മാറി ഇരിപ്പുണ്ട്. ഇതിന്റെ പേര് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, ബ്യൂട്ടനോൾ എന്നാണ്. ഇതിന്റെ പേര് 1 2 3 4 ബ്യൂട്ടാൻ 2 ഓൾ എന്നാണ്. കാരണം 1 2 3 4 രണ്ടാമത്തിലാണ് OH ഇരുന്നത്. സോ ബ്യൂട്ടാൻ 2 ഓൾ എന്നാണ് ഇതിന്റെ പേര്. ക്ലിയർ ആണ്? അപ്പൊ പൊസിഷൻ ഐസോമറിസം. ഇത് നമുക്ക് മൂന്നാമത് പഠിക്കാനുള്ള ഐസോമറിസം എന്ന് പറയുന്നത് ഫങ്ഷണൽ ഐസോമറിസം ആണ്. എന്താണ് ഈ ഫങ്ഷണൽ ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറ്റമായിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറ്റമാണെങ്കിൽ അതിനെ നമുക്ക് ഫങ്ഷണൽ ഐസോമറിസം എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, CH3 CH2OH CH3
OCH3. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ OH എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ OH വരുന്ന കോമ്പൗണ്ടിനെ, ഈ ഒരു കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് ആൽക്കഹോൾ എന്നാണ്. മെയിൻ ആയിട്ട് നമുക്ക് OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആൽക്കഹോൾ എന്ന് വിളിക്കാം. ഓരോ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴും ഓരോരോ പേരുകളാണ് കൊടുക്കുന്നത് നമ്മൾ, അല്ലെ? OH വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്, ആ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കഹോൾ എന്നാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ യൂട്യൂബ് ചാനലിൽ, ഈ ഒരു ചാനലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ O ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. O ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് കഴിഞ്ഞാൽ അത് എന്താണ്? ഈതേഴ്സ് ആണ്, ഈതേഴ്സ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? കാർബൺ 2 എണ്ണം, ഹൈഡ്രജൻ 6 എണ്ണം, ഓക്സിജൻ 1. ഹൈഡ്രജൻ ഇവിടെ 3, 2 ഇതും കൂടെ കൂട്ടണം, അപ്പൊ എത്രയായി? 6. C2H6O, ഇവിടെയും C2H6O ആണ് ആറ്റങ്ങളുടെ ആകെ എണ്ണം. അപ്പൊ ഈ ആദ്യത്തെ കോമ്പൗണ്ടിലും രണ്ടാമത്തെ കോമ്പൗണ്ടിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്, പക്ഷെ പേര് വ്യത്യാസമാണ്, സ്ട്രക്ചർ വ്യത്യാസമാണ്, അല്ലേ? എന്താണ് ഇവിടെ ഇതിന്റെ പേര് മെത്ത്, 2 കാർബണുള്ള ആൽക്കഹോൾ ആണ്, OH വരുന്ന കോമ്പൗണ്ട് ആണ്. അതിനെ നമുക്ക് എത്തനോൾ എന്ന് വിളിക്കാം. ഇതിന്റെ പേര് മീത്തോക്സി മീതെയിൻ എന്നാണ്. ഓയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാർബൺ ഉണ്ട്, ഓയുടെ റൈറ്റ് സൈഡിൽ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ ഓരോരോ കാർബൺ അപ്പുറത്തും ഇപ്പുറത്തും വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മീത്തോക്സി മീതെയിൻ എന്നാണ്. പ്രത്യേകം ഞാൻ എടുത്ത് പറയാണ്, IUPAC നെയിം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾ. പരീക്ഷയ്ക്ക് 3 മുതൽ 5 മാർക്കിന് വരെ IUPAC നെയിമിംഗ് ചോദിക്കും. ഒരുപാട് വീഡിയോ സെഷനുകളായിട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കയറി കാണുക. ഓക്കെ, അപ്പൊ മീതോക്സി മീതെയിൻ എത്തനോൾ, പേര് വ്യത്യാസമാണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമാണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമാണ്, പക്ഷെ എന്താണ്? മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. മോളിക്കുലാർ ഫോർമുല സെയിമും ഫംഗ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസവുമായി കഴിഞ്ഞാൽ അത്തരം ഐസോമേഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫംഗ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഫംഗ്ഷണൽ ഐസോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആർ മോളിക്യൂൾസ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറ്റമാണെങ്കിൽ അത്തരം ഐസോമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷണൽ ഐസോമറിസം എന്ന് വിളിക്കും. ഐസോമറിസം arises due to the difference in the presence of functional group. ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സാന്നിധ്യത്തിൽ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 2 കോമ്പൗണ്ട്സ് കാണും, രണ്ടിലും വേറെ വേറെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഏത് ഐസോമറിസം ആയിരിക്കും? ഫംഗ്ഷണൽ ഐസോമറിസം ആയിരിക്കും. ക്ലിയർ ആണ് പറഞ്ഞത്? ഇനി അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, OH വരുന്ന കോമ്പൗണ്ട് ഏത് ഫംഗ്ഷണൽ ഗ്രൂപ്പുമായിട്ടാണ് ഫംഗ്ഷണൽ ഐസോമറിസം കാണിക്കുന്നതെന്ന് ചോദിക്കാം. O വരുന്ന കോമ്പൗണ്ടുകളുമായിട്ടാണ് ഫംഗ്ഷണൽ ഐസോമറിസം കാണിക്കുന്നത്. CHO വരുന്ന കോമ്പൗണ്ടുകൾ, ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ ഫംഗ്ഷണൽ ഐസോമറിസം കാണിക്കുന്നത് CO വരുന്ന കോമ്പൗണ്ടുകളുമായിട്ടാണ് ഫംഗ്ഷണൽ ഐസോമറിസം കാണിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, OH is in functional isomer with dash, അല്ലെങ്കിൽ CHO is in functional isomer with dash എന്ന് ചോദിക്കും. OH വരുന്ന കോമ്പൗണ്ട് O വരുന്ന കോമ്പൗണ്ടുമാണ് ഫംഗ്ഷണൽ ഐസോമറിസം കാണിക്കാനുള്ള സാധ്യത. CHO വരുന്ന ആൽഡിഹൈഡ് കോമ്പൗണ്ട് ആണ് CHO എന്ന് പറയുന്നത്. CHO വരുന്ന കോമ്പൗണ്ടും CO കീറ്റോണുകൾ വരുന്ന കോമ്പൗണ്ടുകളും ഏത് കാണിക്കാനുള്ള സാധ്യതയുണ്ട്? ഫംഗ്ഷണൽ ഐസോമറിസം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് മെറ്റാമെറിസം ആണ്. മെറ്റാമെറിസം എന്താണ്? മെറ്റാമെറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 CH2 O CH2 CH3 ഇതൊരു കോമ്പൗണ്ട് ആണ്. CH3 CH2 CH2 O CH3 ഇത് രണ്ടും 2 കോമ്പൗണ്ട്സ് ആണ്. ഈ 2 കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത, ഇതിൽ രണ്ടിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് O എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് ഇതിൽ രണ്ടിലുള്ളത്. O എന്ന് വെച്ചാൽ എന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. O എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ്. O വരുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഈതേഴ്സ് എന്നാണ്. അപ്പൊ ഇതും ഒരു ഈതർ ആണ്, ഇതും ഒരു ഈതർ ആണ്. അപ്പൊ ഈതേഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ ജനറലായിട്ട് വിളിക്കുന്നത്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ഫോർമുല, മോളിക്കുലാർ ഫോർമുലയൊക്കെ സെയിം ആണ്. കാർബണിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 2 3 4 കാർബൺ, ഹൈഡ്രജൻ 3 5 7 10, ഹൈഡ്രജൻ 10, ഒരു ഓക്സിജൻ. ഇവിടെയും C4H10O എന്ന് തന്നെയാണ് ഇതിന്റെയും മോളിക്കുലാർ ഫോർമുല. അപ്പൊ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. 2 ഈതേഴ്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. രണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിൽ ഉറപ്പായിട്ടും അത് മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. സ്ട്രക്ചർ വ്യത്യാസമാണെങ്കിൽ അത് ഉറപ്പായിട്ടും സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? O എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 2 കാർബൺ ഉണ്ട്, ഇവിടെ റൈറ്റ് സൈഡിൽ 2 കാർബൺ ഉണ്ട്.
ഇവിടെ O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ 3 കാർബൺ ഉണ്ട്, റൈറ്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഇത്ര മാത്രം, O എന്ന് പറയുന്ന ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശത്തുമുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 2 കാർബൺ, റൈറ്റ് സൈഡിൽ 2 കാർബൺ. ഇവിടെ O എന്ന് പറയുന്ന രണ്ടാമത്തെ കോമ്പൗണ്ടിൽ O എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ 3 കാർബൺ, റൈറ്റ് സൈഡിൽ 1 കാർബൺ. അപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിലാണ് എവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്? ഈ 2 കോമ്പൗണ്ടുകളിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. എവിടെയുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തില്? ഈ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ O എന്ന് നമ്മൾ പറയരുത്, ആൽക്കോക്സി ഗ്രൂപ്പ് തന്നെ പറയണം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ O എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണത്തിൽ വരുന്ന മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഐസോമറിസമാണ് എന്ന് പറയുന്നത് മെറ്റാമറിസം. സോ മെറ്റാമറിസം ഈസ് ഓൺലി ഷോൺ ബൈ ഈതേഴ്സ്. ഈതേഴ്സ് മാത്രമേ ഏത് കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ O എന്ന് പറയുന്ന ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകൾ മാത്രമേ ഏത് ഐസോമറിസം കാണിക്കത്തുള്ളൂ? മെറ്റാമറിസം കാണിക്കത്തുള്ളൂ. ഫസ്റ്റ് കോമ്പൗണ്ട്സിന് സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, പക്ഷേ ഡിഫറൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കാർബണിന്റെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ നമ്പറിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഐസോമറിസമാണ് എന്ന് പറയുന്നത് മെറ്റാമറിസം. മെറ്റാമറിസം ഈസ് ഓൺലി ഷോൺ ബൈ ദ കോമ്പൗണ്ട്സ് കാൾഡ് ഈതേഴ്സ്. ഈതേഴ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് മാത്രമേ ഏത് കാണിക്കത്തുള്ളൂ? മെറ്റാമറിസം എന്ന് പറയുന്ന ആ ഒരു ഐസോമറിസം കാണിക്കത്തുള്ളൂ. ക്ലിയർ ആണ്? ഇനി അപ്പൊ അപ്പോഴേക്കും ആ ഒരു സ്ട്രക്ചറൽ ഐസോമറിസം അവസാനിക്കുന്നു. ഇനി ജോമെട്രിക്കൽ ഐസോമറിസം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ഇതൊരു കോമ്പൗണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊരു കോമ്പൗണ്ടാണ്, ഇതൊരു ആൽക്കീനാണ്, കാരണം ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ്. ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഒരു ആൽക്കീൻ. പക്ഷെ ഈ ആൽക്കീനുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഡബിൾ ബോണ്ട് കാർബണിന്റെ ഒരേ സൈഡിൽ എ ഉണ്ട്, ഒരേ സൈഡിൽ ബി ഉണ്ട്. ഇവിടെ ആണെങ്കിലോ ഡബിൾ ബോണ്ട് കാർബണിന്റെ ഒരേ സൈഡിൽ എ ബി ഉണ്ട്, അടുത്തൊരു സൈഡിൽ ബി എ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒരേ ഗ്രൂപ്പുകൾ ഒരേ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഡബിൾ ബോണ്ടിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഒരേ ഗ്രൂപ്പുകൾ ഒരേ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരേ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത ബി വന്നിരിക്കുന്നത്. ഇവിടെ എ ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത എ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ സിസ് ഐസോമർ എന്ന് വിളിക്കാം. ഒരേ ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? സിസ് ഐസോമർ എന്ന് വിളിക്കാം. ഒരേ ഗ്രൂപ്പുകൾ ഡബിൾ ബോണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡുകളിലാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കാം. ഒരേ ഗ്രൂപ്പുകൾ ഡബിൾ ബോണ്ടിന്റെ ഡബിൾ ബോണ്ട് കാർബണിന്റെ ഓപ്പോസിറ്റ് സൈഡുകളിലാണ് സെയിം ഗ്രൂപ്പുകൾ വരുന്നതെങ്കിൽ അത് ട്രാൻസ് ഐസോമറും, കാർബൺ ഡബിൾ ബോണ്ട് കാർബണിന്റെ സെയിം സൈഡിലാണ് ഒരേ ഗ്രൂപ്പുകൾ വരുന്നതെങ്കിൽ അത് ഏത് ഐസോമറും ആയിരിക്കും? സിസ് ഐസോമറും ആയിരിക്കും. ഇങ്ങനെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് വെച്ചാൽ ജോമെട്രിയിലുള്ള മാറ്റം, ആറ്റങ്ങളുടെ പൊസിഷനിലുള്ള മാറ്റം ഉണ്ടാകുന്ന ഐസോമറിസമാണ് എന്ന് പറയുന്നത് ജോമെട്രിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസം പറഞ്ഞാൽ കാർബൺ ഡബിൾ ബോണ്ട് കാർബണിന്റെ ഒരേ സൈഡിൽ ഒരേ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ, അതായത് ഡബിൾ ബോണ്ടിന്റെ ഇരുവശവുമുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്ന ഐസോമറിസമാണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും. സിസ് ഐസോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പോലത്തെ ഗ്രൂപ്പുകൾ ഡബിൾ ബോണ്ടിന്റെ ഒരേ സൈഡിൽ വരും. ട്രാൻസ് ഐസോമർ എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ ഗ്രൂപ്പുകൾ ഡബിൾ ബോണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡുകളിൽ വരും. സിസും ട്രാൻസ് ഐസോമറിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ജോമെട്രിക്കൽ ഐസോമേഴ്സ്. ജോമെട്രിക്കൽ ഐസോമേഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിസ് ട്രാൻസ് ഐസോമർ. സിസ് ട്രാൻസ് ഐസോമർ. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് +1 പഠിക്കാനും ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറയുന്നില്ല. ഒപ്റ്റിക്കൽ ഐസോമറിസം ഇത്ര മാത്രം ആലോചിക്കുക, +2 പഠിക്കാനുണ്ട്, ഇത്ര മാത്രം ചിന്തിച്ച് വെച്ചേക്കുക. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് വെച്ചാൽ ലൈറ്റുമായിട്ട് ഒരേ സ്ട്രക്ചറുള്ള മോളിക്യൂൾസ് തന്നെ കാണിക്കുന്ന ലൈറ്റുമായിട്ടുള്ള ഇന്ററാക്ഷനെ പറ്റിയുള്ള പഠനമാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് ഐസോമറിസം ആണ്. ഐസോമറിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം. ഓർഗാനിക് കെമിസ്ട്രിയുടെ നൈമിങ് നമ്മൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അതുവരെ
ബൈ.